പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിനു തന്നെത്താൻ കാണിപ്പാൻ പോയി. ക്ഷാമമോ ശമരിയിൽ കഠിനമായിരുന്നു. ആകയാൽ ആഹാബ് തൻ്റെ ഗൃഹവിചാരകനായ ഓബദ്യാവെ ആളയച്ചു വരുത്തി. ഓബദ്യാവോ യഹോവയെങ്കിൽ മഹാഭക്തനായിരുന്നു. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുക നോക്കുമ്പോൾ ഓബദ്യാവ് 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു. ആഹാബ് ഓബദ്യാവോട്, നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക, പക്ഷേ മൃഗങ്ങൾ എല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതകളെയും എങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ല് കിട്ടും എന്ന് പറഞ്ഞു. അവർ ദേശത്തു കൂടി സഞ്ചരിക്കേണ്ടതിന് അതിനെ തമ്മിൽ പകുത്തു. ആഹാബ് തനിച്ചൊരു വഴിക്ക് പോയി, ഓബദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി. ഓബദ്യാവ് വഴിയിൽ ഇരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റ് വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു. എൻ്റെ യജമാനായ ഏലിയാവോ എന്ന് ചോദിച്ചു. അവൻ അവനോട്, അതെ, ഞാൻ തന്നെ. നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനോട് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ പറഞ്ഞത്, അടിയനെ കൊല്ലേണ്ടതിന് ആഹാബിന്റെ കയ്യിൽ ഏൽപ്പിപ്പാൻ അടിയൻ എന്തു പാപം ചെയ്തു? നിന്റെ ദൈവമായ യഹോവയാണ്. നിന്നെ അന്വേഷിപ്പാൻ എൻ്റെ യജമാനൻ ആളെ അയക്കാത്ത ജാതിയും രാജ്യവുമില്ല. നീ അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു. ഇങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവല്ലോ. ഞാൻ നിന്നെ പിരിഞ്ഞുപോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടു പോകും. ഞാൻ ആഹാബിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തൻ ആകുന്നു. ഈസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 100 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ? അങ്ങനെ ഇരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്കുക എന്ന് കൽപ്പിക്കുന്നുവോ? അവൻ എന്നെ കൊല്ലുമല്ലോ. അതിന് ഏലിയാവ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, ഞാൻ ഇന്ന് അവന് എന്നെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഓബദ്യാവ് ആഹാബിനെ ചെന്നുകണ്ട് വസ്തുത അറിയിച്ചു. ആഹാബ് ഏലിയാവെ കാണുവാൻ ചെന്നു. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ആരിത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഈസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുക. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു. കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് കണ്ടം കണ്ടമാക്കി തീ ഇടാതെ വിറകിന്മേൽ വയ്ക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീ ഇടാതെ വിറകിന്മേൽ വയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്നുത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അധികം പേരുണ്ടല്ലോ, എന്നിട്ട് തീ ഇടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവർ എടുത്തൊരുക്കി, ബാലെ ഉത്തരം അരുളണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിനു ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തേണം എന്ന് പറഞ്ഞു.
അവർ ഉറക്കി വിളിച്ച് പതിവ് പോലെ രക്തമൊഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ്, എന്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠത്തിന്റെ ചുറ്റും 2 സെയ്യ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി. പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിന്മേതെ വെച്ചു. 4 തൊട്ടിയിൽ വെള്ളം നിറച്ചു ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പിൻ എന്ന് പറഞ്ഞു. 2-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ എന്ന് അവൻ പറഞ്ഞു. അവൻ 2-ാം പ്രാവശ്യവും ചെയ്തു. അതിനുശേഷം 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ എന്നവൻ പറഞ്ഞു. അവർ 3-ാം പ്രാവശ്യവും ചെയ്തു. വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി. അവൻ തോട്ടിലും വെള്ളം നിറച്ചു. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്ന്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നീ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരമല്ലണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമല്ലണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീയിറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ് വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയാവ് അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പിൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുതെന്ന് പറഞ്ഞു. അവൻ അവരെ പിടിച്ചു. ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്നു അവിടെ വെച്ച് വെട്ടി കൊന്നുകളഞ്ഞു. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ചു പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.